9 ദിവസമായി നമ്മൾ ഇതിൻ്റെ പിറകിലുണ്ട്. അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ MLA ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് MLA ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കണു. ഒപ്പം പ്രത്യേകം MLAക്ക് വേണ്ടി നന്ദി പറയണു. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം MLAയുടെ ഒരു വിഷമമായി കണ്ട്, MLAയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് MLAക്ക് പ്രത്യേകം നന്ദി. എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു. അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ, അതോടെ പ്രാദേശിക നേതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലുള്ള മീഡിയ, ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിനെ ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കൃത്രിമമായി ഉണ്ടായ, സാങ്കേതികമായി ഉണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാവശ്യം. ഇതിനുവേണ്ടി പ്രാർത്ഥന സഹായങ്ങൾ പറഞ്ഞ നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു. നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രീമാർക്കോ ഒരു പ്രേക്ഷിതർക്കും ഇനി ഉണ്ടാവരുത്. ഇനി കോടതിയുടെ കൂടുതൽ നീണ്ടു പോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. മീഡിയക്കാർക്ക് എല്ലാവർക്കും, രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു. അതിനുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ജാമ്യ വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത്. അങ്കമാലി എളവൂർ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീതി മേരി. അവിടെ നിന്നാണ് പ്രീതി മേരിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചത്. വലിയ സന്തോഷം, ഏറെ വൈകാരികമായാണ് അവരുടെ പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് വലിയ സന്തോഷം. കൂടെ നിന്നവർക്ക് എല്ലാം നന്ദി എന്ന് പറയുന്നു. നേരത്തെ ലഭിക്കേണ്ട ജാമ്യമായിരുന്നു, നിരപരാധികളെയാണ് അത്തരത്തിൽ ജയിലിൽ അടച്ചത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കൂടെ നിന്ന ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ നന്ദി അറിയിച്ചിരിക്കുന്നത്. അതിവൈകാരികമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ അവിടെ കടന്നു പോകുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്.